ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സൊല്യൂഷന്റെ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ നമ്മൾ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഏതാണ്? മറന്നു പോകരുത്. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് ഈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളുണ്ട്. നമുക്ക് അറിയുന്ന കുറച്ച് ടേമുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പോകാം. ആദ്യം അറിയേണ്ട കാര്യം, as the temperature increases vapor pressure also increases. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ വേപ്പർ പ്രഷറും കൂടും. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടിയാൽ ആരും കൂടും? വേപ്പർ പ്രഷറും കൂടും. as the temperature increases vapor pressure also increases എന്ന കാര്യം ഓർത്തു വെക്കുക. രണ്ടാമത് മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ ബോയിലിംഗ് പോയിന്റ് എന്നുള്ളത്? വാട്ട് ഈസ് ദി ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് ഈസ് എ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ ബോയിലിംഗ് പോയിന്റ് എന്ന സാധനം എന്താണ്? ഒരു ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിൽ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്ന് പറഞ്ഞാൽ ഏതു ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് ഓർത്തു വെച്ചേക്കുക. കൃത്യമായി മനസ്സിലാക്കുക, എന്താ ബോയിലിംഗ് പോയിന്റ്? ഏതു ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമുക്കറിയാം എത്രയാ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്? 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ മനസ്സിലാക്കി വെക്കേണ്ടത്? 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആകുമ്പോൾ വാട്ടറിന്റെ വേപ്പർ പ്രഷർ ആർക്ക് ഈക്വൽ ആകും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകും, അന്തരീക്ഷ മർദ്ദത്തിന് ഈക്വൽ ആകും. അപ്പൊ എന്താ ബോയിലിംഗ് പോയിന്റ്? ഏതു ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് നേരത്തെ പഠിച്ചത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പ്യുവർ സോൾവെന്റ്, ഞാൻ അതിന്റെ വേപ്പർ പ്രഷറിനെ P1 എന്ന് എടുക്കുക. P1 0 പ്യുവർ സോൾവെന്റ് ആയതുകൊണ്ട് P1 0. അതിനകത്തേക്ക് ഞാൻ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. കിട്ടിയ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ P1 ആണെന്നിരിക്കട്ടെ. ഇത് പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവായിരിക്കും. കാര്യം മനസ്സിലായോ? ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആരേക്കാൾ കുറവായിരിക്കും? പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവായിരിക്കും. കാര്യം പിടുത്തം കിട്ടിയോ? അങ്ങനെയെങ്കിൽ ആരുടെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കൂടുതൽ? സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കോ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കോ കൂടുതൽ? എന്ന് ആലോചിച്ച് പറഞ്ഞേ. നമുക്കറിയാം ഇത് സോൾവെന്റ് ആണ്, പ്യുവർ സോൾവെന്റ്. പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആരേക്കാൾ കൂടുതലാ? സൊല്യൂഷനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താണ്? കുറവാണ് പ്യുവർ സോൾവെന്റിനേക്കാൾ. അങ്ങനെയെങ്കിൽ ആരുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും? ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. നോക്കാം, നമുക്ക് ജസ്റ്റ് നോക്കാം. സപ്പോസ് എന്റെ ഇരിക്കുന്ന പ്യുവർ സോൾവെന്റ് വാട്ടർ ആണെന്നിരിക്കട്ടെ. എന്താണെന്നിരിക്കട്ടെ? വാട്ടർ. വാട്ടറിന്റെ വേപ്പർ പ്രഷർ ഞാൻ എടുക്കുന്നു 0.8 atm. വാട്ടർ എപ്പോഴാ ബോയിൽ ചെയ്യുന്നത്? ഈ വാട്ടറിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യണം? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകണം. എത്ര അറ്റ്മോസ്ഫിയറിക് പ്രഷർ? 1 atm. അപ്പം എപ്പോഴാണോ ഈ ലിക്വിഡ് വാട്ടറിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, അപ്പോഴേക്കും വാട്ടർ ബോയിൽ ചെയ്യും. വേപ്പർ പ്രഷർ കൂട്ടാനുള്ള മാർഗം എന്താ?
ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട് as the temperature increases vapor pressure also increases. ടെമ്പറേച്ചർ കൂടിയാലും കൂടും വേപ്പർ പ്രഷറും കൂടും. അപ്പം വേപ്പർ പ്രഷർ കൂട്ടാനുള്ള മാർഗം എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുക തന്നെയാണ് അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? കൂട്ടി. എപ്പോഴാണോ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആയത് അപ്പോഴേക്കും ഇതെന്താണ് ഉയർന്നു എത്രയായി മാറി? 1 atm ആയി മാറി എന്ന് നമ്മൾ വിചാരിക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഈ പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആടിയപ്പോൾ കിട്ടിയ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറഞ്ഞു പോയി 0.6 atm ആയി എന്ന് വിചാരിക്കുക. കുറയുമെന്നല്ലേ പറഞ്ഞത്? എപ്പോഴായി സൊല്യൂഷൻ ബോയിൽ ചെയ്യുക? ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഉയർന്നത് എത്രയ്ക്ക് എത്തണം? അന്തരീക്ഷ മർദ്ദത്തിന് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വൽ ആകണം. 1 atm ഈക്വൽ ആവണ്ടേ? എന്താ മാർഗം? വേപ്പർ പ്രഷർ കൂട്ടാനുള്ള മാർഗം എന്താ? ടെമ്പറേച്ചർ കൊടുക്കുകയല്ലേ? 100 ഡിഗ്രി കൊടുത്താൽ മതിയാകോ? പോരാ. 0.8 1 atm ആക്കാൻ 100 കൊടുക്കണം. അപ്പൊ 0.6 1 atm ആക്കാൻ 100 കൊടുത്താൽ മതിയാവോ? 100നേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് ഓർക്കുക. ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ കുറയും തോറും ബോയിലിംഗ് പോയിന്റ് കൂടും എന്ന് ഓർക്കുക. ബോയിലിംഗ് പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ എന്ന് ഓർക്കുക. വേപ്പർ പ്രഷർ കുറയും തോറും ബോയിലിംഗ് പോയിന്റ് കൂടും എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ആരുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും? സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആരേക്കാൾ കൂടുതലായിരിക്കും? പ്യുവർ സോൾവെന്റിനേക്കാൾ കൂടുതലായിരിക്കും. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലും സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവും ആയിരിക്കുമെന്ന് ഓർത്തു വയ്ക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. as the temperature increases vapor pressure also increases. ടെമ്പറേച്ചർ കൂടിയാൽ ആര് കൂടും? വേപ്പർ പ്രഷർ കൂടും. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിൽ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ആർക്ക് ഈക്വൽ ആകും? അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വൽ ആകുമെന്ന് ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ പ്രോപ്പർട്ടിയിലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും പറഞ്ഞതാണ്, ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവായിരിക്കുമെന്ന് ഓർക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ? സംശയമുണ്ടോ? എങ്കിൽ ആരുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും? നമ്മളോട് കണ്ടെത്തിയ റിലേഷൻ ആണ് ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ കാര്യം മനസ്സിലായി. ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവായിരിക്കും. അതായത് ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റിനേക്കാൾ കൂടും. സോൾവെന്റിനേക്കാൾ ആരുടെ ബോയിലിംഗ് പോയിന്റ് കൂടും? സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇത് പ്ലോട്ട് ചെയ്യാം ഗ്രാഫ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാം. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, y ആക്സിസിൽ വേപ്പർ പ്രഷർ. എക്സ് ആക്സിൽ ടെമ്പറേച്ചർ, y ആക്സിൽ എന്താണ്? വേപ്പർ പ്രഷർ. ഇത് 1 atm അന്തരീക്ഷ മർദ്ദം. എത്രയാണ്? 1 atm. നമുക്കറിയാം ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടുതലാരും കൂടും, വേപ്പർ പ്രഷറും കൂടും. അതുകൊണ്ട് തന്നെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് ഓർക്കുക. എപ്പോഴാണോ നമ്മുടെ ഇത് ലിക്വിഡ് ആണെന്ന് ഇരിക്കുക, ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആയത് ആ ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറയും? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ തന്നെയാണ്. ഞാൻ ബോയിലിംഗ് പോയിന്റ് TB എന്ന് കൊടുത്തു. TB ഇതെന്താണ്? സോൾവെന്റ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കാം? T0B. കൺഫ്യൂഷൻ ഇല്ലല്ലോ? സോൾവെന്റ് ടെമ്പറേച്ചർ കൂടി എന്ത് കൂടി? വേപ്പർ പ്രഷർ കൂടി. എപ്പോഴാണോ അറ്റ്മോസ്ഫിയർ പ്രഷറും ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആയത് ആ ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറഞ്ഞു? ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. സോൾവെന്റ് ആയതുകൊണ്ട് T0B എന്ന് കൊടുത്തു. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇതുപോലെ നമുക്ക് ആരെ വരയ്ക്കാം? സൊല്യൂഷൻ. സൊല്യൂഷനും വ്യത്യാസമൊന്നുമില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആര് കൂടും? വേപ്പർ പ്രഷർ കൂടും. എപ്പോഴാണോ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആയത് ആ ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറയുന്നു? ബോയിലിംഗ് പോയിന്റ് TB. സൊല്യൂഷൻ ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു? TB എന്ന് തന്നെ കൊടുത്തു. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഒരു ഗ്രാഫ് വരച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലും സൊല്യൂട്ടിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കുറവായിരിക്കും അല്ലെ? അതായത് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഇവിടെ എന്താണ്? കൂടുതലാണ്. കാരണം വേപ്പർ പ്രഷർ എന്താണ്? കുറയുകയാണ്. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. കാരണം വേപ്പർ പ്രഷർ എന്താണ്? കൂടുതലാണ്. വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. എത്ര കൂടുതലായിരിക്കും? അതായത് പ്യുവർ സോൾവെന്റ് സൊല്യൂഷനായി മാറുമ്പോൾ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷനായി മാറുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു, ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. ബോയിലിംഗ് പോയിന്റ് എത്ര കൂടുന്നു എങ്ങനെ കണ്ടുപിടിക്കുക? ഡിഫറൻസ് എടുത്താൽ പോരെ. ദാറ്റ് ഈസ് ഇതല്ലേ അവിടുത്തെ ഡിഫറൻസ്.
ഇതിനെ പറയുന്ന പേരാണ് elevation of boiling point delta TB. Delta TB, that is increase in boiling point. Increase in boiling point, comma delta TB equal to എങ്ങനെ ഡിഫറൻസ് കാണുക? വലുത് മൈനസ് ചെറുത്. വലുതാര എവിടെ? TB മൈനസ് T0B. ഇതിന് പറയുന്ന പേരാണ് elevation of boiling point. ഇതിന് പറയും elevation of boiling point. കാര്യം മനസ്സിലാക്കുക, ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറയും. അതേസമയം ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. ബോയിലിംഗ് പോയിന്റ് എത്ര കൂടി എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിഫറൻസ് എടുത്താൽ പോരെ. ആ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഇൻക്രീസ് ഡെൽറ്റ TB ഈക്വൽ ടു TB മൈനസ് T0B. അതിനെ പറഞ്ഞ പേരാണ് എന്തോന്ന്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ആ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അസംപ്ഷൻ എടുക്കണം. നോക്കിയിരിക്കുക. ഫോർ എ ഡയലൂട്ട് സൊല്യൂഷൻ elevation of boiling point delta TB directly proportional to molarity. അസംപ്ഷൻ എന്നതാ, അതായത് നമ്മുടെ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പോവുക. ഞാൻ അസംപ്ഷൻ എടുക്കുകയാണ്. ഫോർ എ ഡയലൂട്ട് സൊല്യൂഷൻ elevation of boiling point delta TB directly proportional to molarity. അപ്പൊ എങ്ങനെ എഴുതാം? delta TB directly proportional to molarity എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടേ? അത് നമുക്ക് എന്ത് കൊടുക്കാം? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കുന്ന കോൺസ്റ്റന്റ് K ആണ്. ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് KB into M. ഇവിടെ ഈ KB ക്ക് പറയുന്ന പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. എന്ത് പേര് പറയും? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേര് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേര് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എന്തൊക്കെ പേരുകൾ പറയാറുണ്ട്? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പറയുന്ന പേരെന്താണ്? എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണെന്ന് നോക്കുക. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല് കെൽവിൻ കിലോഗ്രാം മോൾ റൈസ് ടു -1. എന്താ കെബിയുടെ യൂണിറ്റ്? കെൽവിൻ കിലോഗ്രാം മോൾ റൈസ് ടു -1. നമുക്ക് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് മൊളാരിറ്റി കാണാൻ അറിയാം. മൊളാരിറ്റി എങ്ങനെ കാണുക? നമുക്ക് അറിയുന്ന കാര്യമാണ്. മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ? ഇതിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? given mass divided by molar mass, that is N2 എന്ന് എന്താവും? W2 divided by M2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടും that is M equal to പറഞ്ഞേ W2 divided by M2 divided by W1 in kilogram അല്ലേ? സപ്പോസ് അത് in gram ആണെങ്കിൽ എങ്ങനെ കിലോഗ്രാമിലേക്ക് മാറ്റും? divided by 1000. കൺഫ്യൂഷൻ ഇല്ലല്ലോ. that is M is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറഞ്ഞേ? W2 divided by M2 into 1000 divided by W1 in gram. That is molarity വാല്യൂ കിട്ടിയില്ലേ? molarity ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ കിട്ടും? delta TB equal to KB into W2 into 1000 divided by M2 into W1 in gram. നമുക്ക് ആർക്കാ ഇക്വേഷൻ വേണ്ടത്? M2 കണ്ടുപിടിക്കാനല്ലേ? that is M2 is equal to പറഞ്ഞേ M2 equal to ഇക്വേഷൻ നോക്കി പറഞ്ഞേ M2 is equal to ക്രോസ് ചെയ്താൽ പോരെ? എങ്ങനെയായിരിക്കും? KB into W2 into 1000 divided by delta TB into W1 in gram. അതായത്
നമുക്ക് kV യുടെ വാല്യൂ, W2 ന്റെ വാല്യൂ, W1 ന്റെ വാല്യൂ, ഡെൽറ്റ TB യുടെ വാല്യൂ, ഇത്രയും വാല്യൂസ് അറിയാമെങ്കിൽ ആരെ കണ്ടുപിടിക്കാം? M2 കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? ഇപ്പൊ കാര്യം മനസ്സിലായോ? അതായത് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഒരു ഇക്വേഷൻ വേണം. അതിന് ചെയ്ത കാര്യം ഇതാണ്, ഒരു അസംപ്ഷൻ എടുത്തു. ഒരു ഡയലൂട്ട് സൊല്യൂഷന്റെ കേസിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു molarity. Confusion ഉണ്ടോ? That is delta TB directly proportional to small m. Proportionality മാറ്റാൻ കോൺസ്റ്റന്റ് കൊടുത്തു, proportionality കോൺസ്റ്റന്റ് k, ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് kb. kb ക്ക് പറഞ്ഞ പേരെന്താ? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പറഞ്ഞ മറ്റൊരു പേരെന്താ? എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എന്താ അതിന്റെ യൂണിറ്റ്? കെൽവിൻ, കിലോഗ്രാം, മോൾ റൈസ് ടു -1 ആണെന്ന് ഓർക്കുക. നമുക്ക് മൊളാരിറ്റി കാണാൻ അറിയാം. എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഇൻ കിലോഗ്രാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്പർ ഓഫ് മോൾസ് കാണാൻ നമുക്കറിയാം. ഗിവൺ മാസ് ഡിവൈഡഡ് മോളാർ മാസ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടുന്ന് മൊളാരിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്തു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടുന്ന് M2 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തു. കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ kb കാണാൻ, അതായത് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, ഓർത്ത് വെച്ചേക്കുക. R into m1 into TB square divided by 1000 into delta H vaporization. ഏതാണ്? kb is equal to R into m1 into TB square divided by 1000 into delta H vaporization. ഇവിടെ ഓരോ ടേം നമുക്കറിയാം. R എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? സൊല്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറയണം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. m1 എന്ന് പറഞ്ഞ സാധനം എന്താ? മോളാർ മാസ് ഓഫ് ദി സോൾവെന്റ്. TB boiling point of the solution. Delta H vaporization means enthalpy of vaporization. അപ്പോൾ ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചേക്കുക. kb കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? R into m1 into TB square divided by 1000 into delta H vaporization. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുക, ഡെൽറ്റ TB എന്താണെന്ന് പറയുക. അത് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. നമ്മൾ മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. ആദ്യം പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ഏതാ? ഓർത്ത് പറഞ്ഞേ. ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എലിവേഷൻ ഓഫ് ബോയിലിംഗ്. മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അറിയാമെങ്കിൽ അതുപോലെ പഠിക്കാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയ കാര്യമാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അറിയണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, ഒന്ന് രണ്ട് പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇതാണ്: the lowering of vapor pressure also causes the lowering of freezing point. അതായത് വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ദാറ്റ് ഈസ് മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രീസിംഗ് പോയിന്റും വേപ്പർ പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റും കുറയും, വേപ്പർ പ്രഷർ കൂടിയാൽ ഫ്രീസിംഗ് പോയിന്റും കൂടും. കാര്യം മനസ്സിലായില്ലേ? The lowering of vapor pressure also causes the lowering of freezing point. വേപ്പർ പ്രഷർ കുറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് കുറയാൻ കാരണമാകും എന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക്, പ്യുവർ സോൾവെന്റിന്റെ എയർ പ്രഷർ ഞാൻ P1 0 എന്ന് എടുക്കുക, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവായിരിക്കുമെന്ന് ഓർക്കുക. ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആരേക്കാൾ കുറവായിരിക്കും? പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവായിരിക്കുമെന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ ആരുടെ ഫ്രീസിംഗ് പോയിന്റ് വ്യത്യാസം ഉണ്ടാകും? കൂടുതലാകും. ആലോചിച്ച മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. നമുക്കിവിടെ മനസ്സിലായി സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കൂടുതലും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താണ്? കുറവുമാണെന്ന് മനസ്സിലാക്കി.
ആദ്യം കാര്യം എന്താ, വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും, കുറയും. ഇപ്പൊ സൊല്യൂഷന്റെ പ്രഷർ കുറയുകയല്ലേ, ദാറ്റ് മീൻസ് ആരും കുറയും, ഫ്രീസിംഗ് പോയിന്റും കുറയും. ദാറ്റ് ഈസ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ആരേക്കാൾ കുറവായിരിക്കും, സോൾവെന്റിനേക്കാൾ കുറവായിരിക്കും എന്ന് ഓർക്കുക. സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ആരേക്കാൾ കുറവായിരിക്കും, സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ കുറവായിരിക്കും. കാരണം സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യാണ്, കുറയുകയാണ്. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ആരും കുറയും, ഫ്രീസിംഗ് പോയിന്റും കുറയും. കാര്യം മനസ്സിലായില്ലേ? അതായത് വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ആരും കുറയും, ഫ്രീസിംഗ് പോയിന്റും കുറയും. സൊല്യൂഷന്റെ ഫ്രീസിംഗ് വേപ്പർ പ്രഷർ എന്താണ്, കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീസിംഗ് പോയിന്റ് അവിടെ എന്ത് ചെയ്യപ്പെടും, കുറയപ്പെടുമെന്ന് ഓർക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ 3 കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തൂടെ? എന്ത് ഗ്രാഫ് വരയ്ക്കാൻ നോക്കി പറഞ്ഞേ. എക്സ് ആക്സിസ് നമുക്ക് എന്തെടുക്കാം, ടെമ്പറേച്ചർ. എക്സ് ആക്സിസ് എന്തെടുക്കുക, ടെമ്പറേച്ചർ. y ആക്സിസ് എന്തെടുക്കുക, വേപ്പർ പ്രഷർ. y ആക്സിസ് എന്തെടുക്കുക, വേപ്പർ പ്രഷർ. സപ്പോസ് ഞാനൊരു പോയിന്റിനെ ഫ്രീസിംഗ് പോയിന്റ് ആക്കി എടുക്കുക. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി ഫ്രീസിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ആണ് അല്ലേ, വ്യത്യാസമൊന്നുമില്ലല്ലോ. ഞാൻ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ആക്കി എടുത്തു. നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ ടെമ്പറേച്ചർ താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സോൾഡിഫൈ ചെയ്യപ്പെടില്ലേ. അതിന് പറഞ്ഞ പേരാണ് ഫ്രോസൺ. സോൾവെന്റ് ആണെങ്കിൽ ഫ്രോസൺ സോൾവെന്റ്, കട്ടി പിടിച്ച സോൾവെന്റ്. ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ ടെമ്പറേച്ചർ താഴേക്ക് പോവുകയാണ്. ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ ടെമ്പറേച്ചർ മേളിലേക്ക് പോയി കഴിഞ്ഞാലോ അതെന്തായിരിക്കും, ലിക്വിഡ് ആയിരിക്കും. നമുക്ക് എന്ത് പറയാം, ലിക്വിഡ് സോൾവെന്റ്. ഇത് പറയാം ലിക്വിഡ് സോൾവെന്റ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. സോൾവെന്റ് ആണ് ഞാൻ T0F എന്ന് കൊടുക്കും. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിച്ചോട്ടെ. ഇനി ഇവിടെ സൊല്യൂഷനാണ്. ഇതാണ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് TF. സൊല്യൂഷൻ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ താഴെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്, സോളിഡ് ആവും. സോളിഡ് സൊല്യൂഷൻ. അത് ആവശ്യകതയില്ല, മേലെ എഴുതിയിരിക്കുന്നതിന്റെ ആവശ്യകത ഇല്ല. മനസ്സിലായല്ലേ? അപ്പൊ ഇത് സൊല്യൂഷന്റെ ഗ്രാഫ് ആണ്. ഇതാണ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ്. നമുക്കറിയാം സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടുതലും, സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്, കുറവുമായിരുന്നു. എത്ര കുറഞ്ഞു, അതായത് പ്യുവർ സോൾവെന്റ് സൊല്യൂഷനായി മാറിയപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്തു, കുറഞ്ഞു. കാരണം വേപ്പർ പ്രഷർ എന്ത് ചെയ്യാണ്, കുറയുകയാണ്. എത്ര കുറഞ്ഞു എന്നെങ്ങനെ കണ്ടുപിടിക്കുക, ഡിഫറൻസ് എടുത്താൽ പോരെ. ഡിഫറൻസ് എടുത്താൽ പോരെ, കിട്ടും ഡെൽറ്റ TF. സംശയമുണ്ടോ? ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF ഈക്വൽ ടു എങ്ങനെ കാണുക, വലുത് മൈനസ് ചെറുത്. വലുതാര T0F മൈനസ് TF. ഇതിന് പറഞ്ഞ പേരാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അതായത് പ്യുവർ സോൾവെന്റ് സൊല്യൂഷനായി മാറുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. കാരണം വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഫ്രീസിംഗ് പോയിന്റ് എത്ര കുറഞ്ഞു, ദാറ്റ് ഈസ് T0F മൈനസ് TF. വലുത് മൈനസ് ചെറുത്. അതിന് പറഞ്ഞ പേരാണ് എന്തോന്ന്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. നമ്മൾ ഒരു സെക്ഷൻ അവിടെ കഴിയുക. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് സെക്ഷൻ എന്താണ്, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണം. നോക്കിയിരിക്കുക. അതിന്റെ അസംപ്ഷൻ ഞാൻ എടുക്കുകയാണ്. ഫോർ എ ഡയലൂട്ട് സൊല്യൂഷൻ, ഫോർ എ ഡയലൂട്ട് സൊല്യൂഷൻ depression of freezing point is directly proportional to molality. നേരത്തെ പറഞ്ഞ അതേ കാര്യമാ, elevation of boiling point പറഞ്ഞ അതേ കാര്യമാണ്. For a dilute solution, depression of freezing point is directly proportional to molality. That is എങ്ങനെ എഴുതാം, delta TF directly proportional to small m molality. Proportionality മാറ്റണ്ടേ, എന്ത് കൊടുക്കാം, constant, that is delta TF equal to proportionality constant K ആണ്, ഫ്രീസിംഗ് പോയിന്റ് ആണ്, നമുക്ക് എന്ത് കൊടുക്കാം, KF into M. ഇവിടെ ഈ KF ന് പറഞ്ഞ പേര് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഇത് പറയും മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇത് പറയും ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയും. എന്തൊക്കെ പേര് പറയാറുണ്ട്, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പറഞ്ഞ മറ്റൊരു പേര് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇതിന്റെ യൂണിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കെൽവിൻ, കിലോഗ്രാം, മോൾ റൈസ് ടു -1.
KF ന്റെ യൂണിറ്റ് എന്താണ്? KB യുടെ യൂണിറ്റ് പോലെ തന്നെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് യൂണിറ്റ് പോലെ തന്നെയാണ് കെൽവിൻ, കിലോഗ്രാം, മോൾ റൈസ് ടു -1 എന്ന് ഓർക്കുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് അല്ലേ? അപ്പൊ എന്ത് കണ്ടുപിടിക്കാം? മൊളാരിറ്റി. മൊളാരിറ്റി എങ്ങനെ കാണുക? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ weight of the solvent in kilogram. പക്ഷേ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? given mass divided by molar mass. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? given mass divided by molar mass. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു. that is molarity is equal to given mass divided by molar mass divided by W1. അത് ഗ്രാമിലാണെങ്കിൽ എങ്ങനെ കിലോഗ്രാമിലേക്ക് മാറ്റും? divided by 1000. that is m equal to എങ്ങനെ എഴുതുക? W2 divided by m2 into 1000 divided by W1 in gram. that is molarity equation ആയില്ലേ? ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? that is delta TF equal to KF into m എന്നുള്ള സാധനം എന്താ? W2 divided by m2 into 1000 divided by W1 in gram. നമുക്ക് എന്തിനാ ഇക്വേഷൻ വേണ്ടത്? m2 നല്ലേ? that is m2 is equal to എന്ന് പറഞ്ഞു കൊടുത്തേ. ആലോചിക്കാൻ പറ്റുന്നുള്ളൂ. KF into W2 into 1000 divided by delta TF into W1 in gram. വെറുതെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. m2 ഇക്വേഷൻ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഓർക്കാൻ പറ്റില്ലേ? കാര്യം മനസ്സിലായോ? അതായത് നമ്മളെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കാണാൻ ഒരു ഇക്വേഷൻ വേണം. നമ്മൾ എന്താ ചെയ്തത്? ഒരു അസംപ്ഷൻ എടുത്തു. ഒരു ഡയലൂട്ട് സൊല്യൂഷന്റെ കേസിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ എന്ത് കൊടുത്തു? കോൺസ്റ്റന്റ് കൊടുത്തു. K ഫ്രീസിംഗ് പോയിന്റ് ആയതുകൊണ്ട് KF. പേരെന്തായിരുന്നു? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എന്തായിരുന്നു യൂണിറ്റ്? കെൽവിൻ, കിലോഗ്രാം, മോൾ റൈസ് ടു -1. നമുക്ക് ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാൻ അറിയാം. മൊളാരിറ്റി കണ്ടുപിടിച്ചു, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. m2 ഇക്വേഷൻ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? ഇനി നമുക്ക് ഈ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് KF കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇക്വേഷൻ ഇതാണ്: R into m1 into TF² divided by 1000 into delta H ഫ്യൂഷൻ. ഈ ഇക്വേഷൻ കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. KF എങ്ങനെ കാണുക? R into m1 into TF² divided by 1000 into delta H ഫ്യൂഷൻ. ഇവിടെ ഓരോ ടേം നമുക്കറിയാം. R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇവിടെ സൊല്യൂഷൻ ആയതുകൊണ്ട് സൊല്യൂഷൻ കോൺസ്റ്റന്റ്. m1 മാസ് ഓഫ് ദി സോൾവെന്റ്, TF ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ, 1000 അറിയാം, ഡെൽറ്റ എച്ച് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കണം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അകത്തേക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സിമ്പിൾ അല്ലേ? ഓർക്കാൻ കഴിയുന്ന കാര്യമല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും. ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുമ്പോഴും എന്താണ് ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയണം. രണ്ട്, ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. വളരെ സിമ്പിൾ ആണ്. ഓർത്ത് വെച്ചേക്കുക, എഴുതി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇനി ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. പുതിയ ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.